ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾക്ക് ഡ്രൈവിംഗ് അറിയാമോ? അല്ലെങ്കിൽ ഡ്രൈവിംഗ് പരിചയമുള്ള ആളാണോ? ലൈസൻസ് ഒക്കെ എടുത്ത് ഡ്രൈവിംഗ് പരിചയമുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് കേരള സർക്കാരിൻ്റെ ഏകദേശം 25ഓളം വകുപ്പുകളിലാണ് ജോലി അവസരമുള്ളത്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? കാരണം ഒരുപാട് ആളുകളുണ്ട്, ഡ്രൈവിംഗ് പരിചയമുള്ള ആളുകളൊക്കെ സർക്കാർ ജോലി നേടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവില്ലേ? അവർക്കൊക്കെ ഈ അവസരം നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നതാണ്. ഏകദേശം 25ഓളം വകുപ്പുകളിലായിട്ട് വിവിധ ഫേമുകളിലായിട്ട് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലായിട്ടാണ് ഈ ഡ്രൈവിംഗ് ജോലിയുള്ളത്. നല്ല ശമ്പളമുണ്ട്. ഏകദേശം നിങ്ങൾക്ക് 50,000 വരെ ശമ്പള സ്കെയിലിൽ ഉള്ള ജോലിയാണ് ഡ്രൈവിംഗ് ജോലി എന്നുള്ളത്. അപ്പോൾ നമ്മൾ മുമ്പ് അപ്ഡേറ്റ് ചെയ്തിരുന്നു, ഫോട്ടോഗ്രാഫിയിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്ക് ഫോട്ടോഗ്രാഫർ തസ്തികയിലേക്ക് കേരള PSC ഏതെല്ലാം ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ജോലി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ 10ാം ക്ലാസ്സിലുള്ളവർക്കുള്ള ജോലികൾ, അങ്ങനെ നിരവധി ജോലികൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ പറയാൻ പോകുന്ന ഡ്രൈവിംഗുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം ജോലികളാണ് കേരള സർക്കാരിൻ്റെ കീഴിൽ കേരള PSC വഴി കൊടുക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, നിങ്ങളുടെ ഇൻട്രസ്റ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതനുസരിച്ചുള്ള വീഡിയോകൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ 25 ഡിപ്പാർട്ട്മെൻറ്റുകളെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. അതിലേക്കുള്ള ക്വാളിഫിക്കേഷനും ഏജ് ലിമിറ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്. അതിൽ തന്നെ 3 ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ഇപ്പോൾ അവസരമുണ്ട്. ഒരുപാട് വേക്കൻസികളായിട്ട് വന്നിട്ടുണ്ട് ചില ഡിപ്പാർട്ട്മെൻറ്റുകൾ. അതിലേക്ക് നിങ്ങൾക്ക് കേരള PSCയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി അപേക്ഷ സമർപ്പിക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റുകൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങളുടെ വൺ ടൈം പ്രൊഫൈൽ വഴി അപേക്ഷിക്കുക. അതുപോലെ തന്നെ ഡ്രൈവിംഗ് ജോലി ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസും അതുപോലെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ വീഡിയോയിൽ പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കാണ് സാധാരണയായി കേരള PSC വിളിക്കാറ്. നമുക്ക് ഏതെല്ലാം ഡിപ്പാർട്ട്മെൻറ്റുകൾ, വീഡിയോ കുറച്ച് ലെങ്ത് തന്നെ ആയിരിക്കും, കാരണം 25 ഡിപ്പാർട്ട്മെൻറ്റുകളെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. അതിൻ്റെ ഏജ് ലിമിറ്റും ക്വാളിഫിക്കേഷനും ഒക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം ഇതിൽ പറയുന്ന 3 ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ പറ്റുന്നത് തന്നെയാണ്. നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഡ്രൈവിംഗ് ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കേരള സർക്കാർ ഏകദേശം 25ഓളം ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് വേണ്ടിയിട്ടാണ് ഡ്രൈവർമാരെ നിയമിക്കുന്നത്. ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്, വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് വേണ്ടിയിട്ട് എക്സെപ്റ്റ് NCC, ടൂറിസം, അതുപോലെ എക്സൈസ്, പോലീസ്, SWP, ട്രാൻസ്പോർട്ട്, ഈ ഡിപ്പാർട്ട്മെൻറ്റുകളല്ലാതെ, ഈ ബ്രാക്കറ്റിലിട്ട ഡിപ്പാർട്ട്മെൻറ്റുകളല്ലാത്ത ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ഡ്രൈവർ ഗ്രേഡ് 2 എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് വിജ്ഞാപനം ഇറക്കാറുണ്ട്. അപ്പോൾ ഇതിലേക്ക് 18,000 മുതൽ 41,500 വരെ ശമ്പളം. ഇതിൻ്റെ ശമ്പള സ്കെയിൽ ഓരോ വർഷം അനുസരിച്ച് കൂടാറുണ്ട്. അതുപോലെ തന്നെ 18 വയസ്സ് മുതൽ 39 വയസ്സ് വരെയൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ 7th സ്റ്റാൻഡേർഡ് പാസ്സായിരിക്കും. അതിൻ്റെ ക്വാളിഫിക്കേഷനും ഏജ് ലിമിറ്റൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ 7th സ്റ്റാൻഡേർഡ് പാസ്സായിരിക്കുക. മസ്റ്റ് പ്രോസസ് വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് വേണം. 3 ഇയർ സ്റ്റാൻഡിംഗ് ഡ്രൈവിംഗ് ലൈസൻസ്, മീഡിയം ഓർ ഹെവി ഗുഡ്സ് ഓർ പാസഞ്ചർ ഓർ മോട്ടോർ വെഹിക്കിൾ വിത്ത് ഡ്രൈവേഴ്സ് ബാഡ്ജ്. ഇപ്പോൾ ഡ്രൈവർ ബാഡ്ജ് മുമ്പത്തെ നോട്ടിഫിക്കേഷനാണ്. ഇപ്പോൾ ഡ്രൈവർ ബാഡ്ജ് ഇപ്പോൾ അവൈലബിൾ അല്ലല്ലോ, അതുകൊണ്ട് ഇപ്പോൾ ആവശ്യം വരില്ല. അതുപോലെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പരിചയം കൂടി വേണം. അപ്പോൾ നിങ്ങൾക്ക് 7ാം സ്റ്റാൻഡേർഡ് പാസ്സായിരിക്കുക, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കുക, പ്ലസ് നിങ്ങൾക്ക് ഡ്രൈവിംഗ് പരിചയം കൂടി ഉണ്ടെങ്കിൽ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ അപേക്ഷിക്കാം. ഇത് ഉടനെ വരാനായിട്ടുണ്ട്. അപ്പോൾ വരുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എക്സ്പീരിയൻസിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഉണ്ടാക്കി വെക്കേണ്ടി വരും. പിന്നീട് വരുന്ന കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റിലേക്ക് ഡ്രൈവിംഗ് പരിചയമുള്ളവരെയാണ് വിളിക്കുന്നത്. 18,000 മുതൽ 41,500 വരെ ശമ്പള സ്കെയിലുണ്ട്. അതിലേക്ക് 5 മുതൽ 10 വരെ വേക്കൻസികളൊക്കെ സാധാരണയായിട്ട് വരാറുണ്ട്. 18 വയസ്സ് മുതൽ 36 ഏജ് ലിമിറ്റ് പറയുന്നത്. അതുപോലെ അതിലേക്കും വേണ്ടത് നിങ്ങൾക്ക് 7ാം ക്ലാസ് മിനിമം ക്വാളിഫിക്കേഷനാണ് ഇതിൽ പറയുന്നത്. 7th സ്റ്റാൻഡേർഡ് പാസ്സായിരിക്കുക, പ്ലസ് അതിനോടുകൂടി വാലിഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ്, 3 ഇയർ സ്റ്റാൻഡിംഗ്, 3 വർഷത്തെ കുറയാതെയുള്ള ഡ്രൈവിംഗ് പരിചയം അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് വേണ്ടത്. പ്ലസ് പ്രൊഫഷൻസി ഇൻ ഡ്രൈവിംഗ് ഇൻ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ആണ് ഇതിലേക്ക് പറയുന്നത്. ഇതിൽ പ്രാക്ടിക്കൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് എല്ലാ ഡ്രൈവിംഗ് പോസ്റ്റിലേക്കും വേണ്ടത് ഐസൈറ്റ് നോർമലായിരിക്കണം. പിന്നെ മെഡിക്കൽ ഫിറ്റ്നസ്സും കൂടി അവർ നോക്കും. അത് ഏകദേശം എല്ലാ തസ്തികയിലും ആ ഒരു ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. പിന്നെ യൂണിഫോം തസ്തികയാണെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്കലിൻ്റെ കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ വന്നിരുന്ന അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ട്രാക്ടർ ഡ്രൈവേഴ്സിനെയാണ് അവർ എടുക്കുന്നത്. ട്രാക്ടർ ഡ്രൈവറുമായി ബന്ധപ്പെട്ട അറിയുന്നവർക്കാണ് ട്രാക്ടർ ഡ്രൈവർ പോസ്റ്റിലേക്ക് എടുക്കുന്നത്. ഏകദേശം 18,000 മുതൽ 41,500 വരെ ശമ്പളം വരിക. അതിലേക്ക് വിവിധ ജില്ലകളിലായിട്ടാണ്, ജില്ലാ വൈസാണ് റിക്രൂട്ട്മെൻറ്റ് നടത്തുക.
18 വയസ്സ് മുതൽ 36 വയസ്സാണ് ഏജ് ലിമിറ്റ് പറയുന്നത്. പിന്നെ അതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ സാധാരണ നോർമൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അഥവാ 7th 10th ഒന്നും പോരാ. ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ എഞ്ചിനീയറിംഗ് അവാർഡഡ് ബൈ ദ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി നടത്തുന്ന എക്സാമിൽ ഡിപ്ലോമയാണ് വേണ്ടത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ പറയുന്ന ITI സർട്ടിഫിക്കറ്റ്, മെക്കാനിക്ക്, ട്രാക്ടർ മെക്കാനിക്ക്, മോട്ടോർ വെഹിക്കിൾ മെക്കാനിക്ക്, ഡീസൽ മെക്കാനിക്ക്, അതിൽ ഏതെങ്കിലും അല്ലെങ്കിൽ ഫിറ്റർ, അതിൽ ട്രേഡ് ഉണ്ടായിരിക്കുക. അല്ലെങ്കിൽ അതുപോലെ തന്നെ ട്രാക്ടർ ഡ്രൈവിംഗ് ലൈസൻസും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നീട് വരുന്നത് അപ്പെക്സ് സൊസൈറ്റീസ് ഓഫ് കോപ്പറേറ്റീവ് സെക്ടർ ഇൻ കേരള. ജനറൽ കാറ്റഗറിയും സൊസൈറ്റി കാറ്റഗറിയും വരാറുണ്ട്. ജനറൽ കാറ്റഗറി മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സൊസൈറ്റി കാറ്റഗറിക്ക് അതിൻ്റേതായിട്ടുള്ള ഡ്രൈവർ പോസ്റ്റ് വരാറുണ്ട്. ഈ നോട്ടിഫിക്കേഷനോട് കൂടി തന്നെയാണ് സൊസൈറ്റി കാറ്റഗറിയും വരാറ്. അപ്പോൾ ഏകദേശം 25-30 വരെയൊക്കെ നമ്മൾ പല സൊസൈറ്റി കാറ്റഗറിക്കും എടുക്കുകയാണെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് കൂടും. അത് ഏകദേശം 8,825 മുതൽ 25,075 വരെയാണ് ഇതിലേക്ക് ശമ്പള സ്കെയിൽ വരാറ്. അതിലേക്ക് 18 വയസ്സ് മുതൽ 40 വയസ്സുകൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിലേക്കും 7th സ്റ്റാൻഡേർഡ് പാസ്സായിരിക്കുക, അല്ലെങ്കിൽ ഈക്വലൻ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കാം. അതുപോലെ LDV മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കുക. പിന്നെ അതിലേക്കും ബാഡ്ജ് പറയുന്നുണ്ട്, പക്ഷേ ബാഡ്ജ് ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുകൊണ്ട് അത് ഒഴിവാക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ലൈറ്റ് ഡ്യൂട്ടി വെഹിക്കിൾ പ്രാക്ടിക്കൽ ടെസ്റ്റിൽ പ്രൊഫഷ്യൻസി ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മെഡിക്കലും മറ്റു കാര്യങ്ങളൊക്കെ നോർമലായിരിക്കണം. പിന്നെ അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റാണ്. അതിലേക്ക് ട്രാക്ടർ ഡ്രൈവർ പോസ്റ്റിലേക്ക് വിളിക്കാറുണ്ട്. അതിലേക്ക് 20,000 മുതൽ 45,800 വരെയാണ് ശമ്പളം. 19 വയസ്സ് മുതൽ 36 വയസ്സാണ് അതിലേക്ക് ഏജ് ലിമിറ്റ്. ക്വാളിഫിക്കേഷൻ SSLC ഉണ്ടായിരിക്കുക. വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ്, ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. പിന്നെ ട്രാക്ടർ ഡ്രൈവിംഗ് ലൈസൻസും അതിലേക്ക് വേണം. അതേപോലെ ITI സർട്ടിഫിക്കറ്റ്, മെക്കാനിക്ക്, ട്രാക്ടർ മെക്കാനിക്ക്, അതുപോലെ മോട്ടോർ വെഹിക്കിൾ മെക്കാനിക്ക്, ഡീസൽ മെക്കാനിക്ക്, ഈ 4 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് ഇവിടെ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൽ അപേക്ഷിക്കാൻ കഴിയുക. ഇപ്പോൾ ട്രാക്ടർ ഡ്രൈവറായിട്ട് നിങ്ങൾക്ക് കയറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ക്വാളിഫിക്കേഷൻ നിങ്ങൾ നേടിയിരിക്കണം. ചിലപ്പോൾ ചില ക്വാളിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഈ ITI ഒക്കെ ഉള്ള ആളുകളുണ്ടാവും. അവർക്ക് ജസ്റ്റ് അഡീഷണൽ ക്വാളിഫിക്കേഷനുകൾ നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ പറ്റും. പിന്നെ അടുത്ത ഡിപ്പാർട്ട്മെൻറ്റാണ് ട്രാക്കോ കേബിൾ കമ്പനി ലിമിറ്റഡ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡ്രൈവർ കം വെഹിക്കിൾ ക്ലീനർ ഗ്രേഡ് 3 എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് വിളിക്കാറുണ്ട്. അതിലേക്ക് 6,515 മുതൽ 10,400 വരെയാണ് ശമ്പളം. അതിലേക്ക് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള ആളുകളെയാണ് വിളിക്കാറ്. അതിലേക്ക് ക്വാളിഫിക്കേഷൻ പറയുന്നത് സ്റ്റഡീഡ് 10th സ്റ്റാൻഡേർഡ് പാസ്സായിരിക്കണം. അതുപോലെ മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് അറ്റ്ലീസ്റ്റ് 3 ഇയേഴ്സ് സ്റ്റാൻഡിങ്. അപ്പോൾ എല്ലാത്തിലും പറയുന്നത് 3 വർഷമായിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ലൈസൻസും അതുപോലെ അതുമായി ബന്ധപ്പെട്ട പ്രൊഫഷ്യൻസിയും കൂടിയാണ് വേണ്ടത്. മെഡിക്കൽ അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നോർമലായിരിക്കണം. പിന്നെ അടുത്ത ഡിപ്പാർട്ട്മെൻറ്റാണ് കേരള മുനിസിപ്പൽ കോമൺ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. അതിൽ ഡ്രൈവർ ഗ്രേഡ് 2 HDV എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് വിളിക്കാറുണ്ട്. 18,000 മുതൽ 41,500 വരെയാണ് ശമ്പളം. 18 വയസ്സ് മുതൽ 36 വയസ്സുകൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിലേക്ക് ജസ്റ്റ് നിങ്ങൾക്ക് മലയാളം അറിഞ്ഞിരുന്നാൽ മതി. ലിറ്ററസി ഇൻ മലയാളം, അതുപോലെ തമിഴ് ഓർ കന്നഡ, അതിൽ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് നിങ്ങൾക്ക് അറിഞ്ഞിരുന്നാൽ മതി. മസ്റ്റ് പ്രോസസ് മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് അറ്റ്ലീസ്റ്റ് 3 ഇയർ സ്റ്റാൻഡിങ് വിത്ത് എൻഡോഴ്സ്മെൻറ്റ് ഡ്രൈവിംഗ് ഹെവി ഡ്യൂട്ടി വെഹിക്കിൾ, അതുപോലെ പ്രൊഫഷൻസി ഇൻ ഡ്രൈവിംഗ് ഹെവി ഡ്യൂട്ടി വെഹിക്കിൾ. അപ്പോൾ ഇതിലേക്ക് വേണ്ടത് മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് വിത്ത് ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. അതോടുകൂടി തന്നെ അതുമായി ബന്ധപ്പെട്ടാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്. പിന്നീട് ജയിൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡ്രൈവർ പോസ്റ്റ് വരാറുണ്ട്. 27,900 മുതൽ 63,700 വരെയാണ് ശമ്പളം. അത് ജില്ലാ വൈസാണ് എടുക്കാറ്. 18 വയസ്സ് മുതൽ 39 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതിലേക്ക് SLC പാസ്സായിരിക്കാം. അതുപോലെ HPV, അതുപോലെ HTV ഡ്രൈവിംഗ് ലൈസൻസ് ആണ് വേണ്ടത്. പിന്നെ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട ഡ്രൈവിങ്ങുമായി ബന്ധപ്പെട്ട പരിചയം ടെസ്റ്റ് ചെയ്യേണ്ടി വരും. അതിൽ പ്രൊഫഷ്യൻസി ടെസ്റ്റ് ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അത് ആ രീതിയിലായിരിക്കും നിങ്ങൾക്ക് നിയമനം ഉണ്ടായിരിക്കാം. പിന്നെ കേരള സിറാമിക് ലിമിറ്റഡിൽ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് മീഡിയം ഹെവി പാസഞ്ചർ ഗുഡ്സ് വെഹിക്കിളിനാണ് 8,710 മുതൽ 17,980 വരെയായിരിക്കും ശമ്പളം. അതിലേക്ക് 18 വയസ്സ് മുതൽ 39 ഏജ് ലിമിറ്റ് വരാറ്. അതിലേക്ക് 7th സ്റ്റാൻഡേർഡ് പാസ്സായിരിക്കുക. അതുപോലെ മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കുക. 3 വർഷത്തെങ്കിലും മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് ആണ്. അതുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസും പറയാറുണ്ട്. പിന്നീട് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലേക്ക് ഡ്രൈവർ പോസ്റ്റ് 4,820 മുതൽ 11,900 വരെ ശമ്പളം. അതിലേക്ക് 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. SSLC പാസ്സായിരിക്കുക. അതുപോലെ മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് അറ്റ്ലീസ്റ്റ് 3 ഇയർ മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കാം. പിന്നെ മെഡിക്കൽ ഫിറ്റ്നസ്, അതുപോലെ ഐ കോണ്ടാക്റ്റ് ഒക്കെ വളരെ നോർമലായിരിക്കണം. പിന്നീട് വരുന്നത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെൻറ്റ് ലിമിറ്റഡിലേക്ക് ഡ്രൈവർ ഗ്രേഡ് 2 എന്ന് പറഞ്ഞ പോസ്റ്റ് വരാറുണ്ട്. 18,000 മുതൽ 41,500 വരെ ശമ്പളം. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറയുന്നത്. ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് പാസ്സായിരിക്കാം. ഹെവി ഡ്യൂട്ടി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് ഇതിലേക്ക് വേണ്ടത്.
3 വർഷത്തെ സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ്. പെട്ടെന്ന് എടുത്ത ആളാവരുത്, 3 വർഷമെങ്കിലും പഴക്കമുണ്ടായിരിക്കണം ഡ്രൈവിംഗ് ലൈസൻസിന്. അതുപോലെ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട ഓടിക്കാനും മറ്റു കാര്യങ്ങൾ പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നീട് വരുന്ന കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലേക്ക് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് മീഡിയം ഹെവി പാസഞ്ചർ ഗുഡ്സ് വെഹിക്കിൾ വരാറുണ്ട്. 19,350 മുതൽ 38,550 വരേക്കും ശമ്പള സ്കെയില്. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയൊക്കെ അപ്ലൈ ചെയ്യാം. അതിലേക്ക് 7th സ്റ്റാൻഡേർഡ് പാസ്സായിരിക്കുക അല്ലെങ്കിൽ ഈക്വലൻ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കുക. അതുപോലെ മസ്റ്റ് പോസസ് കറണ്ട് മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ്, ഹെവി മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് വിത്ത് ബാഡ്ജാണ് പറഞ്ഞിരിക്കുന്നത്. 3 വർഷത്തെ എക്സ്പീരിയൻസ് ഡ്രൈവിംഗ് പരിചയം വേണം. പിന്നീട് കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വേവ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിൽ ഡ്രൈവർ ഗ്രേഡ് 2 പോസ്റ്റിലേക്ക് വരാറുണ്ട്. അതിലേക്ക് 18 വയസ്സ് മുതൽ 40 വയസ്സാണ് ഏജ് ലിമിറ്റ്. 7th സ്റ്റാൻഡേർഡ് പാസ്സായിരിക്കുക. ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ആണ് അതിലേക്ക് വേണ്ടത്. അതും 3 വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം. പിന്നീട് വരുന്നത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലേക്ക് 19,350 മുതൽ 38,550 വരെ ശമ്പളം ലഭിക്കാവുന്ന ജോബാണ്. 18 to 40 ഏജ് ലിമിറ്റ്. ക്വാളിഫിക്കേഷൻ അതിലേക്ക് 7th സ്റ്റാൻഡേർഡ് ഈക്വലൻ്റ് ആണ്. അതുപോലെ മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ്, ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ്, അതുപോലെ ഹെവി, പിന്നെ 3 വർഷത്തെ ഡ്രൈവിംഗ് പരിചയം. പിന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡ്രൈവർ പോസ്റ്റിലേക്ക് വിളിക്കാറുണ്ട്. 19,000 മുതൽ 43,600 വരെയായിരിക്കും ശമ്പളം. അതിലേക്ക് 21 വയസ്സ് മുതൽ 39 വയസ്സാണ് ഏജ് ലിമിറ്റ് പറയുന്നത്. SLC ആണ് മിനിമം ക്വാളിഫിക്കേഷൻ. പിന്നെ അതിലേക്ക് വേണ്ടി ഹെവി മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് അതിലേക്ക് വേണ്ടി. 3 ഇയേഴ്സ് സ്റ്റാൻഡിങ്, 3 വർഷം സ്റ്റാൻഡ് ചെയ്തിട്ടുള്ള ഹെവി മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് വേണം. ഫിസിക്കൽ ഫിറ്റ്നസ്സും മറ്റു കാര്യങ്ങളൊക്കെ നോർമലായിരിക്കണം. പിന്നെ കേരള യൂണിവേഴ്സിറ്റികളിലേക്ക് വേണ്ടിയിട്ട് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് ഹെവി പാസഞ്ചർ ഓർ ഗുഡ്സ് വെഹിക്കിൾ വിഭാഗത്തിലേക്ക് വിളിക്കാറുണ്ട്. 18,000 മുതൽ 41,500 വരെ ശമ്പളം ലഭിക്കാവുന്ന ഈ തസ്തികയിലേക്ക് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെകൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിലേക്ക് 7th സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഈക്വലൻ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കുക. പ്ലസ് ഡ്രൈവിംഗ് ലൈസൻസ്, അതോട് പറഞ്ഞിരിക്കുന്നത് ലൈറ്റ് വെഹിക്കിൾ മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കുക. 3 വർഷത്തെ പരിചയം, 3 വർഷമായിട്ട് എടുത്ത ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ആയിരിക്കണം. പിന്നീട് കേരള പോലീസിലേക്ക് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, അതുപോലെ വിമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ വിഭാഗത്തിലേക്ക് ഡ്രൈവിംഗ് പരിചയമുള്ളവർ വിളിക്കാറുണ്ട്. 31,100 മുതൽ 66,800 വരെയാണ് ശമ്പളം. അതിലേക്ക് 20 to 28 ഏജ് ലിമിറ്റ് പറയാറ്. അതുപോലെ തന്നെ അതിലേക്ക് ഹയർ സെക്കൻഡറി +2 എക്സാം പാസ്സായിരിക്കണം. അതുപോലെ മസ്റ്റ് പോസസ് കറണ്ട് വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ്, മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ, ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ, ഹെവി പാസഞ്ചർ വെഹിക്കിൾ ആൻഡ് ഹെവി ഗുഡ്സ് വെഹിക്കിൾ വിത്ത് ഡ്രൈവേഴ്സ് ബാഡ്ജാണ്. അതുപോലെ പ്രൊഫഷൻസി ഇൻ ഡ്രൈവിംഗ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഹെവി പാസഞ്ചർ. ഇപ്പോൾ വേണ്ടത് +2 ആണ്. പ്ലസ് അതിനോട് കൂടി നിങ്ങൾക്ക് എല്ലാ ഡ്രൈവിംഗ് ലൈസൻസും വേണം. പിന്നീട് പറഞ്ഞിരിക്കുന്നത് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വേരിയസ് ഗവൺമെൻറ് ഓൺഡ് കമ്പനീസിലേക്ക്, അതുപോലെ കോർപ്പറേഷൻസ്, ബോർഡ്, അതോറിറ്റീസ്, അതുപോലെ സൊസൈറ്റീസ്, സർക്കാരിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലും കമ്പനികളിലേക്കും വന്നിട്ട് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് പോസ്റ്റിലേക്ക് വിളിക്കാറുണ്ട്. അതിലേക്ക് 18 വയസ്സ് മുതൽ 36 വയസ്സാണ് ഏജ് ലിമിറ്റ്. പിന്നെ അതിലേക്ക് 7th സ്റ്റാൻഡേർഡ് പാസ്സായിരിക്കുക. പ്ലസ് അത് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗിലുണ്ടായ ലൈറ്റ് മോട്ടോർ വെഹിക്കിളാണ് ഇതിലേക്ക് വേണ്ടത്. അതുപോലെ നെക്സ്റ്റ് വരുന്നത് വേരിയസ് കമ്പനി അതോറിറ്റീസിലേക്ക് വേണ്ടിയിട്ട് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് മീഡിയം ഹെവി പാസഞ്ചർ ഗുഡ്സ് വെഹിക്കിൾ. നേരത്തെ നമ്മൾ പറഞ്ഞത് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻ്റ് ആണ്. ഇത് വേറൊരു പോസ്റ്റാണ്. ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് മീഡിയം ഹെവി പാസഞ്ചർ ഗുഡ്സ് വെഹിക്കിളിലേക്ക്. അതിലേക്ക് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ്. അതിലേക്ക് ലൈറ്റ് മോട്ടോർ, ഹെവി മോട്ടോർ വെഹിക്കിൾ, അതുപോലെ മറ്റുള്ള എല്ലാ ലൈസൻസും കൂടി വേണം. അത് ആ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതിവിടെ ലൈറ്റ് മോട്ടോർ, അതുപോലെ തന്നെ ഹെവി മോട്ടോർ വെഹിക്കിൾ ലൈസൻസ്, മറ്റേലേക്ക് അപേക്ഷിക്കാൻ വേണ്ടത് ലൈറ്റ് മോട്ടോർ മാത്രം മതി. ഇത് ഹെവിയും കൂടി വേണം. പിന്നെ വരുന്നത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കിലേക്ക് വേണ്ടിയിട്ട് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് 19,050 മുതൽ 52,800 വരെ ശമ്പളം. അതിലേക്കും 18 വയസ്സ് മുതൽ 40 വയസ്സാണ് ഏജ് ലിമിറ്റ്. ഇതിലേക്ക് 7th സ്റ്റാൻഡേർഡ് പാസ്സായിരിക്കാം. അതുപോലെ മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് 3 വർഷത്തെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ഉണ്ടായിരുന്നാൽ മതി. പിന്നീട് വരുന്നത് കേര കർഷക സഹകരണ ഫെഡറേഷൻ ലിമിറ്റഡിലേക്ക് കേരാഫഡിലേക്ക് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് തസ്തികയിലേക്ക് വിളിക്കാറുണ്ട്. അതിലേക്ക് ഏകദേശം 41,500 വരെ ശമ്പളം ലഭിക്കും. 18 വയസ്സ് മുതൽ 40 വയസ്സാണ് ഏജ് ലിമിറ്റ് പറയുന്നത്. അതിലേക്ക് 7th സ്റ്റാൻഡേർഡ് പാസ്സായിരിക്കുക. പ്ലസ് മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ്, ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ആൻഡ് ഹെവി മോട്ടോർ, ഇതൊക്കെയാണ് വേണ്ടത്. അതിലേക്ക് നിങ്ങൾക്ക് 3 വർഷമായിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡ്രൈവർ കം മെക്കാനിക് വിഭാഗത്തിലേക്ക് വിളിക്കാറുണ്ട്.
അതിലേക്ക് ഡ്രൈവർ കം മെക്കാനിക്കിലേക്ക് ഈ 57,900 വരെ ശമ്പളം ലഭിക്കും. 18 വയസ്സ് മുതൽ 36 വയസ്സാണ് ഏജ് ലിമിറ്റ് പറയുന്നത്. ഇപ്പോൾ ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ പാസ് ഇൻ ടെക്നിക്കൽ ഹൈസ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് മോട്ടോ മെക്കാനിക്, അതിലേതെങ്കിലും സ്പെഷ്യലിസ്റ്റ് ഉണ്ടായിരുന്നാൽ മതി. അതുപോലെ അല്ലെങ്കിൽ 8ാം ക്ലാസ് പാസ്സായിരിക്കുക. കേരള ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് എഞ്ചിനീയറിംഗ് എക്സാമിനേഷൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കാം. അതുപോലെ ഹെവി ഡ്യൂട്ടി ലൈസൻസ്, അതുപോലെ ഡ്രൈവേഴ്സ് ബാഡ്ജ് ഉണ്ടായിരിക്കാം. ഇത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന 3 ഡിപ്പാർട്ട്മെൻറ്റുകളെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അത് ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. അത് 15/1 അവസാനിക്കുന്നതുകൊണ്ട് 31/1 അവസാനിക്കുന്ന നോട്ടിഫിക്കേഷനുണ്ട്. ഇത് വരുന്നത് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ട്രെയിനി വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം. 27,900 മുതൽ 63,700 വരെ ശമ്പളം. 18 വയസ്സ് മുതൽ 26 വയസ്സാണ് ഏജ് ലിമിറ്റ്. കാറ്റഗറി നമ്പർ 472/2024 ഇതിന് നിങ്ങളുടെ വൺ ടൈം പ്രൊഫൈൽ പോയിട്ട് വേഗം തന്നെ നിങ്ങൾ അപേക്ഷിക്കുക ഡ്രൈവർമാരാണെങ്കിൽ. ഇതിലേക്ക് വേണ്ടത് നിങ്ങൾക്ക് +2 പാസ്സായിരിക്കും, അല്ലെങ്കിൽ ഈക്വലൻ്റ് ക്വാളിഫിക്കേഷൻ. ഇനി +2 മാത്രമല്ല, അത് പ്രിഫറൻസ് നൽകുന്ന ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ പ്രിഫറൻസ് നൽകും. അത് മസ്റ്റല്ല. ഇതിലേക്ക് +2 ആണ് മസ്റ്റായിട്ടുള്ളത്. പിന്നെ വേണ്ടത് നിങ്ങൾക്ക് വാലിഡ് കറണ്ട് മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് വിത്ത് എൻഡോഴ്സ്മെൻറ്റ് ഫോർ ഹെവി ഗുഡ്സ് വെഹിക്കിൾ ഓർ ഹെവി പാസഞ്ചർ വെഹിക്കിൾ വിത്ത് ബാഡ്ജാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ വേണം, അതുപോലെ ഹെവി ലൈസൻസും നിങ്ങൾക്ക് രണ്ടും വേണം. പിന്നെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ കൂടി ഇതിൽ പറയുന്നുണ്ട്. പിന്നീട് വരുന്ന അതേപോലെ തന്നെ ഇപ്പോൾ അപേക്ഷിക്കാൻ പറ്റുന്ന 29/1 അവസാനിക്കുന്നതാണ്. കാറ്റഗറി നമ്പർ 524/2024. അതിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫോറസ്റ്റ് ഡ്രൈവർ ആവാൻ പറ്റും. 60,700 വരെ ശമ്പളമുണ്ട്. എല്ലാ ജില്ലയിലും ഏകദേശം കൊല്ലം, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിലേക്കാണ് അപേക്ഷിക്കാൻ പറ്റുക. 23 വയസ്സ് മുതൽ 36 വയസ്സാണ് ഏജ് ലിമിറ്റ് പറയുന്നത്. SLC ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് LMV, HGMV, അതുപോലെ HPMV എന്നീ ലൈസൻസുകൾ ഉള്ളവർക്ക് തീർച്ചയായും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നീട് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കൂടെ ഉണ്ട്, പ്രിസൺസ് ആൻഡ് കറക്ഷൻ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ കം വാർഡൻ ഡ്രൈവർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ ഇപ്പോൾ അതിലേക്ക് പറഞ്ഞിരിക്കുന്നത് 26,500 മുതൽ 60,700 വരെ ശമ്പളം. 13 വേക്കൻസികൾ നിലവിലുണ്ട്. അതിലേക്ക് 18 വയസ്സ് മുതൽ 39 ഏജ് ലിമിറ്റ്. ക്വാളിഫിക്കേഷൻ SLC അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വലൻ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കാം. പ്ലസ് അതിനോട് കൂടി തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസും കൂടിയും വേണം. പിന്നെ നിങ്ങൾക്ക് ഫിസിക്കൽ ക്വാളിഫിക്കേഷനും മറ്റും നോർമലായിരിക്കണം. അപ്പോൾ ഈ 3 ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാനും പറ്റും. അതുപോലെ മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കുള്ള ഓരോ നോട്ടിഫിക്കേഷനും PSC ഇപ്പോൾ ഓരോ നോട്ടിഫിക്കേഷനും ഓരോ വിജ്ഞാപനങ്ങളായിട്ട് വരുമ്പോൾ, ഓരോ ഗസറ്റിൽ വരുമ്പോൾ അതിലൊക്കെ ഈ ഡ്രൈവർ പോസ്റ്റ് വരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. ഇതിലെല്ലാം കോമൺ ആയിട്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിങ്ങൾക്ക് 18 വയസ്സ് മുതൽ 39 വയസ്സ് വരെയുള്ള ജനറൽ വിഭാഗത്തിന് ഇതിലേക്ക് അപേക്ഷിക്കാൻ പറ്റും. OBC ആണെങ്കിൽ 3 വർഷത്തെ അധികം കൂട്ടി ലഭിക്കും. അതുപോലെ SC ST ആണെങ്കിൽ 5 വർഷത്തെ അധികം വയസ്സളവ് ലഭിക്കും. അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഏകദേശം 10ാം ക്ലാസ്സിന് താഴെയുള്ളവർക്കും 7ാം ക്ലാസ്സാണ് മിനിമം അധിക പോസ്റ്റിലേക്കും പറയുന്നത്. എന്നാൽ 10ാം ക്ലാസ് +2 ഒക്കെ ഉണ്ടെങ്കിലും അവർക്ക് പിന്നെ എല്ലാ പോസ്റ്റിലേക്കും അപേക്ഷിക്കാൻ പറ്റും. വേണ്ട ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. അത് 3 വർഷത്തെ പഴക്കമുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ആണ് പറയുന്നത്. പെട്ടെന്ന് എടുത്ത് ആവരുത്. 3 വർഷത്തെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് 3 വർഷത്തെ ഡ്രൈവിംഗ് പരിചയം ഉണ്ടെങ്കിൽ അത് പിന്നെ പ്രൊഫഷൻസിയാണ് വരുന്നത്. നിങ്ങൾക്ക് ടെസ്റ്റ് ഇട്ടും HO TO ഇട്ടിട്ടുള്ള ടെസ്റ്റുകളായിരിക്കും ഉണ്ടായിരിക്കും. അത് നിങ്ങൾ ചെയ്യേണ്ടി വരും. പിന്നെ ഇതിലേക്ക് എപ്പോഴും കോമൺ ആയിട്ട് വരുന്നത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് 7ാം ക്ലാസ്സോ 10ാം ക്ലാസ്സോ ഒക്കെ ഉണ്ടായിരുന്നാൽ മതി. മറ്റേത് നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങൾ എല്ലാ ഡ്രൈവിംഗ് ലൈസൻസും എടുത്തു വെക്കുക. എന്നിട്ട് ശേഷം ഞാൻ ഈ പറയുന്ന പോസ്റ്റുകൾ ഏത് കമ്പനിയിലേക്കാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതത് കമ്പനികളുടെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഇതിൻ്റെ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു തസ്തികയുടെ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ലഭിക്കും കേരള PSCയുടെ വെബ്സൈറ്റിൽ പോയിട്ട്. അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ തസ്തികയുടെയും ഇതിൻ്റെ കാറ്റഗറി നമ്പർ അടിച്ചു കഴിഞ്ഞാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾ വീഡിയോ ഒന്നും കൂടി നോക്കിയിട്ട് അത് പോസ് ചെയ്ത് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വീഡിയോ സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് അതുപോയി നിങ്ങൾ കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ സെർച്ച് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് കഴിഞ്ഞ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കട്ട് ഓഫ് മാർക്കിൻ്റെ അടുത്തെത്തിക്കാൻ കഴിയുന്നതാണ്. തീർച്ചയായും ഈ അവസരം നിങ്ങളുടെ മാക്സിമം ഉപയോഗപ്പെടുത്തും. ഡ്രൈവർ എന്ന് പറയുന്ന ഗ്രേഡിൽ നിങ്ങൾക്ക് കേരള സർക്കാരിൻ്റെ എത്രമാത്രം ജോലികളുണ്ടോ അതൊക്കെ നമ്മൾ പരിചയപ്പെടുത്തും. തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്തുന്ന നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. ഇത്തരമുള്ള വീഡിയോ ഇനിയും ഒരുപാട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാൻ നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷൻ നൽകണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.